നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പി അൻവറെ UDFിൽ എടുത്തില്ലെങ്കിൽ തീവ്രവാദികൾ അദ്ദേഹത്തെ റാഞ്ചുമെന്ന ഭീതിയിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്തു വന്നാലും അൻവറിനെ UDFിൽ എത്തിക്കണമെന്ന് ലീഗ് നിർബന്ധം പിടിക്കുന്നത് അൻവറിന് UDFിൽ ഇരിക്കാൻ കസേര കിട്ടിയില്ലെങ്കിൽ SDPഐയും ജമായത്തെ ഇസ്ലാമിയും PDPയും അടങ്ങുന്ന മുസ്ലിങ്ങളിലെ തീവ്ര വിഭാഗം ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി PV അൻവറിനെ അതിൻ്റെ നേതാവാക്കുമെന്ന ഭയമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് ഉള്ളത്. അൻവറിനെ തീവ്രവാദികൾ റാഞ്ചുമോ എന്നുള്ള ഭയം മുസ്ലിം ലീഗിനെ ഇപ്പോൾ ഗ്രസിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും അൻവറെ UDFിൽ നിലനിർത്തണമെന്ന് UDF നേതൃത്വത്തോട് കോൺഗ്രസ് നേതൃത്വത്തോട് നിരന്തരം ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും ET മുഹമ്മദ് ബഷീറുമെല്ലാം കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് PV അൻവറിനെ UDFിൽ എന്ത് വില കൊടുത്തും നിലനിർത്തണമെന്നാണ്. എന്നാൽ VD സതീശനാകട്ടെ അൻവറിന് നേരെയുള്ള വാതിലുകൾ കൊട്ടിയടച്ചു കഴിഞ്ഞു. അത് ഒരു അടഞ്ഞ അധ്യായമാണ്. ഇനി അൻവറിന് വേണ്ടി വാതിലുകൾ തുറക്കില്ല എന്ന നിലപാടാണ് VD സതീശൻ കൈക്കൊണ്ടിരിക്കുന്നത്. VD സതീശൻ അത്തരത്തിലൊരു നിലപാട് എടുത്തതുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും ആ ഒരു നിലപാടിലേക്ക് എത്തേണ്ടി വന്നു. ആദ്യം സണ്ണി ജോസഫ് PV അൻവറെ UDFിലേക്ക് കൊണ്ടുവരുമെന്നും അടഞ്ഞ വാതിലിന്റെ താക്കോൽ തന്റെ കയ്യിലുണ്ടെന്നും താൻ ആ താക്കോൽ ഉപയോഗിച്ച് തുറക്കുമെന്നുമൊക്കെ വീമ്പിളക്കിയെങ്കിലും സതീശൻ ഒന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ സണ്ണി ജോസഫ് അടങ്ങി. ഇപ്പോൾ PV അൻവറിന്റെ കാര്യം ആലോചിക്കേണ്ടതേ ഇല്ലെന്നും അദ്ദേഹത്തിന്റെ വാതിലുകൾ UDF അടച്ചു കഴിഞ്ഞുവെന്നും സണ്ണി ജോസഫ് പറയുന്നു. എന്നാൽ PV അൻവറെ UDFിന് പുറത്തേക്ക് ഇറക്കി വിട്ടാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ, മലപ്പുറം ജില്ലയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് മുസ്ലിം ലീഗിന് നന്നായി അറിയാം. PV അൻവർ ജമായത്തെ ഇസ്ലാമിയുടെയും SDPഐയുടെയും PDPയുടെയും ഒക്കെ ഒരു പൊതു പ്ലാറ്റ്ഫോമിന്റെ നേതാവായി മാറി അവരുടെ സ്ഥാനാർത്ഥികൾ മലബാർ മേഖലയിൽ ഉണ്ടായാൽ അത് ലീഗിന്റെ വോട്ട് ബാങ്കിനെ ഭയങ്കരമായി ബാധിക്കും, നന്നായി ബാധിക്കും. ആ ഒരു ഭയം ലീഗിനുണ്ട്. അപ്പോൾ അൻവറിനെ പുറത്തു കളയാതെ, അൻവറിനെ തീവ്രവാദികൾക്ക് വിട്ടുകൊടുക്കാതെ UDFിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിയാൽ അതിന്റെ ഗുണം ലീഗിനുണ്ടാകുമെന്നും UDFിനുണ്ടാകുമെന്നാണ് ലീഗ് നേതാക്കൾ, പ്രധാനപ്പെട്ട ലീഗ് നേതാക്കൾ എല്ലാവരും പറയുന്നത്. ഇത് പലതവണ കോൺഗ്രസ് നേതാക്കളോട്, പ്രത്യേകിച്ച് VD സതീശനോട് ലീഗ് നേതൃത്വം പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ സതീശൻ വഴങ്ങാൻ തയ്യാറായില്ലെങ്കിലും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ PV അൻവറെ UDFിന്റെ ഭാഗമാക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ശക്തമായ പ്രചരണം നടത്തുന്നവരാണ്. എന്നാൽ UDF ചെയർമാൻ എന്ന നിലയിലും നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിലും VD സതീശൻ പറയുന്നതിന് വലിയൊരു മൂല്യമുണ്ട്. അടിസ്ഥാനപരമായിട്ട് തീരുമാനമെടുക്കേണ്ടത്, അല്ലെങ്കിൽ ആധികാരികമായി തീരുമാനമെടുക്കാനുള്ള ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് UDF ചെയർമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശനിലാണ്. സതീശൻ ഒരു കാരണവശാലും അൻവറിനെ അടുപ്പിക്കില്ല എന്നുള്ള വാശിയിലാണ്. PV അൻവർ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുമായി, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന്റെ തീവ്ര നിലപാടെടുക്കുന്ന ഗ്രൂപ്പുകളുമായി കൈകോർത്താൽ പിന്നെ അത് UDFിനും ലീഗിനും വളരെയേറെ അപകടം ചെയ്യും. കാരണം ലീഗിന്റെ വോട്ട് ബാങ്കുകളെ മാന്താനിരിക്കുന്നവരാണ് SDPഐയും ജമാഅത്തെ ഇസ്ലാമിയും PDPയും ഒക്കെ. എങ്ങനെ വന്നാലും ലീഗിന്റെ വോട്ട് ബാങ്കിൽ നിന്ന് കുറെ മാന്തിയെടുത്ത് തങ്ങളുടെ രാഷ്ട്രീയം സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ പറഞ്ഞ ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ. SDP ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും അതിനെ വളരെ ശക്തി ഉപയോഗിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ലീഗ് അവരെ ചേർത്ത് നിൽക്കുന്നത്. എന്നാൽ PV അൻവറിനെ അവരുടെ ഇടയിലേക്ക് തള്ളിവിട്ടാൽ പിന്നെ ലീഗിന്റെ അടിത്തറ തോണ്ടാൻ അവർക്ക് എളുപ്പമാവും. കാരണം ഇതുവരെ നല്ലൊരു നേതൃത്വമില്ലാത്തതുകൊണ്ടാണ് SDPഐയും ജമാഅത്തെ ഇസ്ലാമിയും PDPയും ഒക്കെ ലീഗിനെ പേടിച്ചു നിൽക്കുന്നത്. എന്നാൽ നല്ലൊരു നേതൃത്വം അവർക്കുണ്ടായാൽ അവർ ആദ്യം വരുന്നത് ലീഗിന്റെ കാലമായിരിക്കും. അപ്പോൾ PDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും കൈകളിലേക്ക് അൻവറിനെ എറിഞ്ഞു കൊടുത്ത് PV അൻവറിനെ ആ മുസ്ലിം തീവ്ര വിഭാഗത്തിന്റെ നേതാവാക്കി മാറ്റിയാൽ അത് മുസ്ലിം UDFിന് അനുകൂലമായ മുസ്ലിം വോട്ടുകളെ രണ്ടായി പിളർക്കുമെന്നും അത് ലീഗിനും UDFിനും ഒരുപോലെ ദോഷം ചെയ്യുമെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാൻ കോൺഗ്രസിലെ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ള പരാതി ലീഗിനുണ്ട്. കാരണം തങ്ങൾ ഇതൊക്കെ എത്ര പറഞ്ഞിട്ടും കോൺഗ്രസ് നേതാക്കൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവർ ആരാണ് മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചു സംസാരിച്ച്, ആരാണ് മുഖ്യമന്ത്രി എന്ന് ചർച്ച ചെയ്ത് തമ്മിലടിയിൽ മുഴുകിയിരിക്കുകയാണ്. പക്ഷേ PV അൻവറെ UDFിന്റെ പുറത്തേക്ക് വിടുന്നത് ആത്മഹത്യാപരമാണെന്ന നിലപാടിൽ തന്നെ ഇപ്പോൾ ലീഗ് ഉറച്ചു നിൽക്കുന്നത്. അദ്ദേഹം തീവ്രവാദികളുടെ കൂടാരത്തിലേക്ക് പോയി അവരുടെ നേതാവായാൽ പിന്നെ UDFിന്റെ കാര്യം, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വടക്കൻ ജില്ലകളിൽ UDFിന്റെ കാര്യം പരിഗണിക്കാവും എന്നതുകൊണ്ട് തന്നെയാണ്.